ഹൈ ഡേ സ്റ്റുഡൻസ്, റേസ് എസ് ആണ്. കുറച്ച് ദിവസമായി NTA റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കാം എന്ന് പറഞ്ഞ് എയറിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും ഒന്ന് തെളിഞ്ഞു വരട്ടെ, വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തത്. ഇതിന് രണ്ട് ഭാഗങ്ങളുള്ളത്. ഒന്ന്, NTA ഈ ഒരു പരീക്ഷ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇതിന്റെ മുന്നേ ഈ എക്സാമിനേഷൻ ഒരു എവല്യൂഷൻ നടന്നിട്ടുണ്ട്, അതുകൊണ്ടുണ്ടായ ചില പ്രശ്നങ്ങൾ. ഈ രണ്ട് തലങ്ങളിലാണ് ഇതിനെ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 1995 ആദ്യമായിട്ട് എൻട്രൻസ് പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ. ആ കാലം മുതൽക്ക് ഈ 2025 എനിക്ക് തോന്നുന്നു 30 years ആയിട്ട് ഞാൻ എൻട്രൻസ് ഫീൽഡിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാം ഇതിങ്ങനെ ആ പ്രോഗ്രസ് ചെയ്ത് പോയത് എങ്ങനെയാണ്. അത് പ്രോഗ്രസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിലും ആ കാലത്തൊക്കെ 62%, 65%, പിന്നെ 70%, അങ്ങനെ മാർക്ക് ഇങ്ങനെ പതുക്കെ കൂടി വന്ന കാര്യങ്ങൾ അറിയാമായിരുന്നു. അത് കഴിഞ്ഞ് അന്നൊക്കെ 45 seconds ഒക്കെ മാത്രം ഒരു ക്വസ്റ്റിന് ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. അത് പിന്നെ 1 minute ആക്കി. BSc സബ്സിഡറി സ്റ്റാൻഡേർഡ് എൻട്രൻസ് ചോദിക്കുന്നിടത്തുനിന്ന് അത് പ്രീ ഡിഗ്രി സ്റ്റാൻഡേർഡിലേക്ക് മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ള മട്ടിലേക്ക് എത്താൻ തുടങ്ങി. ഇതൊക്കെ വന്നതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് വല്ലാണ്ട് പ്രൊലിഫറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എല്ലാവരും പറഞ്ഞു 67 പേർക്ക് ഈ പ്രാവശ്യം 720 out of 720 ഉണ്ട് എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 2 പേർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ തന്നെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2ഉം അതിന്റെ മുന്നത്തെ തവണ 3ഉം ഒക്കെ ആയിട്ട് ഈ 720 മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് തന്നെ നമ്മൾ വളരെ കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യമാണ്. 180 ക്വസ്റ്റ്യൻസ്, 180 minutes നെഗറ്റീവ് മാർക്കിംഗ്, ടോട്ടൽ 3 hours ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മുഴുവൻ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു പരീക്ഷയില് ഒരു കുട്ടി മുഴുവനും സ്കോർ ചെയ്യണമെങ്കിൽ ആ പരീക്ഷയെ നമ്മൾ ഒന്ന് പേടിക്കേണ്ടിയിരിക്കണം. അതിന്റെ ഒരു പ്രശ്നം, ആ കുട്ടി ഫസ്റ്റ് റാങ്ക് ഒരു കുട്ടി മുഴുവൻ മാർക്ക് വാങ്ങുന്നത് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ 2-3 കുട്ടികൾ വാങ്ങുകയാണെങ്കിൽ അതോടെ തന്നെ ആ കുട്ടികളെ ഫസ്റ്റ് റാങ്ക് ഏത്, സെക്കൻഡ് ഏത്, തേർഡ് ഏതും തിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാവും. അത് ആ പരീക്ഷ നടത്തിപ്പിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ സ്കൂൾ യുവജനോത്സവത്തില് എല്ലാ ജില്ലകളിൽ നിന്നും 1ാം സ്ഥാനം വാങ്ങി വരുന്ന കുട്ടികൾ നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളായിരിക്കും ഡാൻസേഴ്സ്. അപ്പൊ അവിടെ ഒരു ഫസ്റ്റ്, ഒരു സെക്കൻഡ്, ഒരു തേർഡ് കൊടുക്കാൻ അത്രത്തോളം വിധിന്യായം കൊടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട, അതായത് ജഡ്ജസ് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളത് ഓർക്കണം. എന്നിട്ട് അവർ ഫസ്റ്റിന് വെക്കുന്നു. എന്തുകൊണ്ട് ആ കുട്ടിക്ക് ഞങ്ങൾ ഫസ്റ്റ് കൊടുത്തു അവർ ന്യായീകരിക്കാൻ അവർക്ക് പറ്റണം. അല്ലാണ്ട് ആ കുട്ടികളൊക്കെ നന്നായി കളിച്ചിട്ടുണ്ട്, 5 ഫസ്റ്റ്, 4 സെക്കൻഡ്, 3 തേർഡ്, അങ്ങനെ പറയാനല്ല നമ്മൾ ജഡ്ജസിനെ വെക്കുന്നത്. അങ്ങനെ ഒരു പരീക്ഷ നമുക്ക് നടത്താനും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പഠിച്ച കുട്ടിക്ക് മാത്രം ചെയ്യാവുന്ന 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒരു എക്സാമിൽ വേണം. അത് ഒരു ഭാഗ്യത്തിന്റെ ഫാക്ടറും കൂടി ആവരുത്. ഇപ്പൊ നോക്കൂ, ശരിക്കും ഒരു ഭാഗ്യത്തിന്റെ ഫാക്ടർ ഉണ്ട്. ഈ പരീക്ഷ എഴുതുന്ന കുട്ടികൾ ചെറിയ കുട്ടികളാണ്, +2 കഴിഞ്ഞ കുട്ടികളാണ്. ആ കുട്ടി ഒരു A എന്നുള്ളത് ഒരു Bയിലേക്ക് മാറി കുത്തുമ്പോഴേക്കും ആ കുട്ടിക്ക് ഇക്കൊല്ലത്തെ കഥ നോക്കണ്ട, അതിന് മുന്നേ പോലും ആ കുട്ടി ഗെയിംസ് നഷ്ടപ്പെട്ടു. 1-2 തെറ്റുകളൊക്കെ അഫോർഡ് ചെയ്യാനുള്ള ഒരു സാധ്യത പോലും ഒരു പേപ്പറിൽ വേണം. കാരണം സ്ലിപ്സ് ഒക്കെ ഉണ്ടായിന്ന് വരും. ചിലപ്പോൾ ഞാൻ അത് വിചാരിച്ചു, അപ്പോഴേക്ക് ഇത് അങ്ങനെ പറയുമ്പോഴേക്കും ആ ലിസ്റ്റിന്നേ പുറത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പരീക്ഷ ഒരിക്കലും ഉണ്ടാവരുത്. ആ പരീക്ഷയ്ക്ക് അതിൻ്റെതായിട്ടൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അത് അർഹിക്കുന്ന കുട്ടിക്ക് തന്നെ കിട്ടുന്ന ഉറപ്പുണ്ടാവണം. അതായത് ചെറിയ ചില സ്ലിപ്സ് ഒക്കെ ചില കുട്ടികൾക്ക് വരുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കുട്ടി എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ മാല അഴിഞ്ഞു വീണ ആ കുട്ടിക്ക് ഫസ്റ്റ് പോകും. മാല ആ കുട്ടി അല്ല അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അതേ വഴിയുള്ളൂ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഉണ്ടാവാറ്. അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാവുന്ന രൂപത്തിലായിരിക്കണം വാസ്തവത്തിൽ ഈ പരീക്ഷകൾ നടത്തപ്പെടേണ്ടത്. അത് എക്സ്ട്രീം ആയിട്ട് പഠിച്ച കുട്ടിക്ക് അത് റാങ്ക് കൃത്യമാക്കി എടുക്കാൻ ഫസ്റ്റ് റാങ്കിന് മാത്രം ചെയ്യാൻ പറ്റാവുന്നത്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഈ പേപ്പറിൽ വരണം. അതൊന്നും ഇല്ലാതെ ഭാഗ്യത്തിന്റെ വളരെ കൂടുതൽ ഫാക്ടർ കൊടുത്ത് ഈ 720 out of 720 കിട്ടുന്ന 67 പേർക്ക് എന്ന് പറയുമ്പോൾ ആ പരീക്ഷയുടെ ഒരു അവസ്ഥ എന്താണെന്ന് ഓർക്കണം. അത് കഴിഞ്ഞ് 715 എന്ന് പറയുമ്പോൾ കഴിഞ്ഞു. ആ കുട്ടി ഒരു തെറ്റേ ആ കുട്ടിക്ക് പറ്റിയിട്ടുള്ളൂ, ഒറ്റ മിസ്റ്റേക്കേ വന്നിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒന്ന് വിട്ടുപോയിട്ടുണ്ടാവും ഒരു കുട്ടി. ആ കുട്ടിക്ക് ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ ഇനി ചിന്തിക്കേ വേണ്ട, എല്ലാം പോയി കഴിഞ്ഞു. ഈ അവസ്ഥയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇരിക്കുന്നത്. അത് NTA വളരെ ശ്രദ്ധയോടെ ആലോചിച്ചുണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ ചോദിച്ചാൽ മതി, പക്ഷെ പഠിച്ച കുട്ടിക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ, അതായത് എല്ലാവരും നന്നായി പഠിക്കുക. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അത്രയ്ക്കധികം റീസണിങ് അവിടെ ഉൾക്കൊള്ളിക്കാവുന്ന 1-2 ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഒരു ഉപദ്രവം വരും. പിന്നെ ഇപ്പൊ രണ്ടാമത് ഇക്കൊല്ലം ഉണ്ടായ പ്രശ്നം, കണ്ടമാനം കുട്ടികൾക്ക് 720 out of 720, അതിനേക്കാൾ കൂടുതൽ കുട്ടികളെ പിന്നെ എന്തായാലും വരില്ല, 715 അല്ലെ 716 അങ്ങനെയുള്ള മാർക്കുകൾ ഇരിക്കുന്നു. അത് ഒരു വലിയ പോരായ്മയാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം ഇപ്പൊ കാണുന്നത്, കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു. ഇത് അതിഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം പ്രോസ്പെക്ടസിൽ ഇല്ലാത്തൊരു കാര്യം ഒരു തരത്തിലും പിന്നെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്യാൻ പാടില്ല.
അതില്ലാത്തൊരു പുതിയ സിസ്റ്റമാണ്, നമ്മൾ ആരും ഇതുവരെ കേൾക്കാത്തൊരു സാധനമാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞ സിസ്റ്റം. ഇത് തികച്ചും ഇല്ലീഗലാണ്. ഇതിനെതിരെ കുട്ടികൾ അത് 1500 പേർക്ക് കൊടുത്തു. ആർക്ക് എത്ര കൊടുത്തു, എന്തിനെ ബേസ് ചെയ്ത് കൊടുത്തു, ആ കുട്ടിക്ക് എത്ര മിനിറ്റ് അവിടെ നഷ്ടപ്പെട്ടു, ഇതൊന്നും നോട്ടമില്ലാതെ. അപ്പൊ അത് ഇന്ത്യയിലെ കുട്ടികളെ മുഴുവനും ബാധിക്കാവുന്ന ഒരു സ്ഥാനത്ത് ഒരു പത്രക്കുറിപ്പില് ആർക്കൊക്കെയാണ് സമയനഷ്ടം വന്നത്, ഏതൊക്കെ സെന്ററിലാണ് അവര് ഞങ്ങളൊക്കെ അറിയിക്കണം, അതവിടെ സത്യമാണോ എന്ന് അന്വേഷിക്കണം, എത്ര മിനിറ്റ് പോയി നോക്കണം, അതനുസരിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതല്ലേ. അതൊന്നും ഇല്ലാണ്ടേ വളരെ സ്വകാര്യമായിട്ട് അതിലൊരു കള്ളത്തരം കിടക്കുന്നത്, എൻട്രൻസിന്റെ റിസൾട്ട് വരുന്നത് 14-ാം തീയതിയാണെന്ന് പറഞ്ഞിട്ട് അത് ഇലക്ഷന്റെ റിസൾട്ടിന്റെ അന്ന് കൊണ്ടുവന്ന് വെച്ച് ആരും അറിയാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം അവിടെ തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ട്. അവിടെ എന്തോ പ്രശ്നം കിടക്കണ്ട. ഇനി എന്നെ അലോസരപ്പെടുത്തുന്ന വിഷയം ഇതൊന്നുമല്ല. അതൊക്കെ ഒരുപക്ഷെ അത് കൂടുതൽ നിയമ ഫൈറ്റിലേക്ക് കടക്കാൻ പോവാണ്, ലീഗൽ ഫൈറ്റിലേക്ക്. കാരണം ഈ ഇങ്ങനത്തെ ഒരു ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് തീർച്ചയായിട്ടും പറയാൻ പോകുന്നത് ബാക്കിയുള്ള കുട്ടികൾ. അത് കിട്ടിയ കുട്ടികൾക്ക് അത് കിട്ടിയതിന് ഒരു ന്യായീകരണം പറയാനുണ്ടായിരിക്കും. അവരെന്തായാലും കോടതി പോകും, ഇവരും കോടതി പോകും. ആ ഫൈറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്റെ അടുത്ത ചോദ്യം, ഈ ടോപ്പ് മാർക്ക് കിട്ടിയ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിക്ക് എയിംസ് ഡൽഹി കിട്ടുന്നില്ല. ആ കുട്ടി ജനറൽ കാൻഡിഡേറ്റ് ആണ്, ആ കുട്ടിക്ക് എയിംസ് ഡൽഹി കിട്ടുന്നില്ല. ആ കുട്ടി കോടതി പോയിട്ട് ചോദിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഞാൻ എങ്ങനെ പെർഫോം ചെയ്യും? ഞാൻ ഇപ്പൊ തന്നെ 720 മാർക്ക് വാങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാവുന്ന രീതിയിലൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടുന്നില്ല. ഞാൻ ഇനി എന്തു ചെയ്യണം? ഇതിനേക്കാൾ എങ്ങനെ ഞാൻ പെർഫോം ചെയ്യണം? അതിന് ഇവര് പറയുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രായം കൂടിയ കുട്ടിക്ക് 1ാം റാങ്ക് കൊടുക്കും, പ്രായം കുറഞ്ഞ കുട്ടിക്ക് 2ാം റാങ്ക്. അത് അതിനേക്കാൾ വലിയൊരു പ്രശ്നമാണ്. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റില് 720 വാങ്ങിയ കുട്ടി റിപ്പീറ്റ് ചെയ്തിട്ട് 720 വാങ്ങിയ കുട്ടിയേക്കാൾ റാങ്ക് കുറഞ്ഞിട്ടാണ് ഈ ഒരു സിസ്റ്റം വരുമ്പോൾ വരാൻ പോണത്. അങ്ങനെ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് സ്വാഭാവിക നീതി നിഷേധം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് കോടതി പോകാൻ പറ്റും. അപ്പോൾ എനിക്ക് ആ പോയിന്റാണ് പേടി. ആ പോയിന്റ് ഉപയോഗിച്ചിട്ട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സാമിനേഷൻ രണ്ടാമത് നടത്തേണ്ട ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഗ്രേസ് മാർക്ക് ഒരിക്കലും ഒഴിവാക്കി വരും. ഈവൻ അതർവൈസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ കൗൺസിലിംഗ് നീളാൻ പോവാണെന്ന് ഉറപ്പാണ്. കാരണം ലീഗൽ ഫൈറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എക്സാം രണ്ടാമത് നടത്തേണ്ട അവസ്ഥ ശരിക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം 1 മുതൽ ഈ 67 റാങ്ക് വരെയുള്ള കുട്ടികൾക്കും 1ാം റാങ്ക് ആണെന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 1ാം റാങ്കുള്ള കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എയിംസിൽ, ആ കുട്ടി പറയാണ് ഡൽഹി എയിംസിൽ കിട്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് സീറ്റ് വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇതെവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഇതിനൊക്കെ ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, NTA പോലത്തെ ഏജൻസി നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ പിറകിലൂടെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിശ്വാസ്യത പോകും. നമ്മളൊക്കെ അതിനെ വിശ്വസിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനൊന്നും ചെയ്യണ്ടാവില്ല, അതൊരു നാഷണൽ ഏജൻസി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോ ഈ ഗ്രേസ് മാർക്കിന്റെ പ്രശ്നമില്ലായിരുന്നു ഇരിക്കാം. നീ കഴിഞ്ഞ പ്രാവശ്യം ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ടോ? ഇതൊന്നും ആർക്കും അറിയില്ല. ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ആർക്കും അറിയില്ല. ഇതിൽ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ എന്തെങ്കിലും ജിമെയിൻ എക്സാമിനേഷൻ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പൊ എല്ലാ ടെസ്റ്റിംഗ് ഏജൻസികളും, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസികളായിട്ടുള്ള എല്ലാവരെയും സംശയത്തിന് നിഴലിൽ നിർത്താവുന്ന ഒരു പണിയാണ് ഇപ്പൊ NTA ചെയ്തത്. NTA ഉടനെ അത് ക്ലാരിഫൈ ചെയ്യണം. അനർഹമായിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം തിരുത്തണം. മാത്രമല്ല, ഈ ബാക്കിയുള്ള കുട്ടികൾക്ക് 1ാം റാങ്ക് വാങ്ങിയ കുട്ടികൾക്കെങ്കിലും മുഴുവനും പേർക്ക് അവർ ആവശ്യപ്പെട്ട കോളേജിൽ കൊടുക്കാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കണം. അതല്ലെങ്കിൽ അത് ലീഗൽ ഫൈറ്റിലേക്ക് പോകും. റേസ് എന്തായാലും കുട്ടികളുടെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് ലീഗൽ ഫൈറ്റിൽ റേസ് ഉണ്ടായിരിക്കും. നമ്മള് കേരളത്തിലെ കുട്ടികൾക്ക് ഈ ഓൾ ഇന്ത്യ കോട്ട 2 കൗൺസിലിംഗ് മാത്രം നടത്തിയൊരു കാലം ഉണ്ടായിരുന്നു. അത് നിർത്തരുത്, അത് മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോയിട്ട് 3ഓ 4ഓ, അതായത് ഓൾ ഇന്ത്യ കോട്ട വഴിക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് കേരളത്തിലുണ്ടായിരുന്നു. അതിനെ ഓൾ ഹാർട്ടറായിട്ട് സപ്പോർട്ട് ചെയ്താണ് റേസ്. ഈ വിഷയത്തിലും കുട്ടികളുടെ കൂടെ റേസ് ഉണ്ടായിരിക്കും. ഇത്തരം അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകൾ ഒരിക്കലും എക്സാം നടത്തുന്ന സ്ഥലത്ത് ഉണ്ടാവരുത്. കാരണം എഴുതുന്നത് കുട്ടികളാണ് എന്നുള്ളൊരു ഓർമ്മ എല്ലാ സമയത്തും അധികാരികൾക്ക് വേണ്ടതാണ്. താങ്ക് യു വെരി മച്ച്.